ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ഈ മാസം 17 വിധി. കേസിൽ അന്തിമവാദം പൂർത്തിയായി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിൽ 70-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. 22 തൊണ്ടി മുതലുകളും 207 രേഖകളും ഹാജരാക്കി. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇന്നും ഡോക്ടർ വന്ദനാദാസ് ഏവർക്കും ഒരു നൊമ്പരം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ വിചാരണ പൂർത്തിയായിട്ടുണ്ട്. അന്തിമവാദവും പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ മാസം 17-ാം തീയതിയാണ് വിധി പ്രതീക്ഷിക്കുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിൽ 70-ലധികം സാക്ഷികളെയാണ് വിസ്തരിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ഒരു നമ്മെ എല്ലാവരെയും നൊമ്പരപ്പെടുത്തിയതാണ് ഡോക്ടർ വന്ദനയുടെ ആ മരണം. ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക മകളായിരുന്നു നഷ്ടപ്പെട്ടത്. എന്തായാലും നമുക്ക് മനോജിലേക്ക് പോകാം. മനോജിനോട് ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ. മനോജ്, ഞാൻ പറയുകയായിരുന്നു, നമ്മെ ഏറെ നൊമ്പരപ്പെടുത്തിയതാണ് ഡോക്ടർ വന്ദന. ആ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മാസം 17-ാം തീയതി വിധി വരും. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, കേസിൽ അന്തിമവാദം പൂർത്തിയായിട്ടുണ്ട്. പ്രതിഭാഗം വാദവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ വാദവും ഒക്കെ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഈ മാസം 17-ാം തീയതിയാണ് വിധി പറയുക. 2023 മെയ് 10-ാം തീയതിയാണ് പുലർച്ചെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കേരളത്തെ നടുക്കിയ ഒരു സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ ക്രൂരമായി ഈ പ്രതിയായിട്ടുള്ള കുടുവട്ടൂർ സ്വദേശി സന്ദീപ് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഡോക്ടർ വന്ദനാദാസ് ഈ നാടിനെ വിട്ട് പിരിഞ്ഞു. ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എന്തായാലും അതിനു ശേഷം ഈ കോടതി നടപടികൾ തുടർന്നു വന്നിരുന്നു. ഈ കേസിൽ തന്നെ നിരവധിയായിട്ടുള്ള നടപടികൾ, അതിൽ 70-ലധികം സാക്ഷികളെ വിസ്തരിക്കുകയും 22 തൊണ്ടി മുതലുകളും അതോടൊപ്പം തന്നെ 207 രേഖകളും കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കലായിരുന്നു ഹാജരായത്. എന്തായാലും ഈ മാസം 17-ാം തീയതി വിധി പറയുമ്പോൾ നമുക്കറിയാം, ഈ ഒരു വളരെ സ്വപ്നങ്ങളോടുകൂടി ജോലിയിൽ പ്രവേശിച്ച ഡോക്ടർ വന്ദനാദാസ് ആ കുടുംബം തന്നെ മുൻപ് നമ്മളോട് പങ്കുവച്ചിരുന്നു. അത്രയധികം പ്രതീക്ഷയുമായി ഈ ഡോക്ടർ വന്ദനാദാസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ആദ്യ ഘട്ടം മുതൽ ജോലിയിൽ പ്രവേശിച്ചതാണ്. ആ സ്വപ്നങ്ങളെയാണ് തകർത്തെറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സന്ദീപ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അന്ന് അവിടെ ആക്രമണമുണ്ടാക്കിയത്. അതായത് സന്ദീപിനെ വീട്ടിലെ ഒരു തർക്കത്തെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പൂയപ്പള്ളി പോലീസാണ് സന്ദീപിനെ കസ്റ്റഡിയിലെടുക്കുന്നതും തുടർന്ന് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതും. അന്ന് കാലിന് പരിക്കേറ്റിരുന്ന സന്ദീപിനെ ഡ്രസ്സിംഗ് റൂമിൽ പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ച് ചികിത്സ തുടർന്ന് വരവെയാണ് പ്രതി പെട്ടെന്ന് അവിടെ നിന്ന് ഒരു കത്രിക കൈക്കലാക്കുകയും അവിടെ ആക്രമണം നടത്തുകയും ചെയ്തത്. ഇതിൽ ആശുപത്രി ജീവനക്കാർക്കും കൂടെയുണ്ടായിരുന്ന പോലീസുകാർക്കും അടക്കം പരിക്കേറ്റു. ഇതിനിടയിലാണ് ഇവരൊക്കെ ഓടിയപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനാദാസിന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഈ പ്രതിക്ക് മുന്നിൽ പെട്ടുപോവുകയായിരുന്നു. തുടർന്നാണ് സന്ദീപ് ക്രൂരമായി 16 തവണയാണ് ഡോക്ടർ വന്ദനാദാസിനെ കുത്തി പരിക്കേൽപ്പിച്ചത്. ക്രൂരമായിട്ടുള്ള ആക്രമണമായിരുന്നു. എന്തായാലും അതിനുശേഷം ചികിത്സയിലിരിക്കെ വന്ദനാദാസ് ജീവൻ നഷ്ടപ്പെട്ടു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട സന്ദീപിനെ പലതവണ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കൊടുവട്ടൂർ LP സ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു സന്ദീപ്. സന്ദീപിന് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നും നിരവധി തവണ ഉണ്ടായിരുന്നു. ഇതൊക്കെ കോടതിയിൽ ഇതിനു വേണ്ട മറ്റ് പല കാര്യങ്ങളും അതിൻ്റെയൊക്കെ നീക്കങ്ങൾ നടത്തിയിരുന്നെങ്കിലും പ്രോസിക്യൂഷൻ വാദം പ്രതിക്ക് മാനസിക രോഗങ്ങൾ, അതായത് ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളില്ല എന്ന് തന്നെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേരളത്തെ നടുക്കിയ അതിക്രൂരമായ കൊലപാതകമായിരുന്നു ഡോക്ടർ വന്ദനാദാസിൻ്റേത്. വന്ദന വധക്കേസിൽ ഈ മാസം 17-ാം തീയതിയാണ് വിധി വരിക. കൊല്ലത്ത് നിന്ന് മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.